ബൈസൺവാലി വില്ലേജിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചക്രമുടിയിൽ സർവേ പൂർത്തിയായി. ഒരു മാസം മുമ്പാണ് ചക്രമുടിയിലെ വിവാദ ഭൂമി അളന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും സർവേ വിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. സർവേ പൂർത്തിയായെന്നും ഉടൻ റിപ്പോർട്ട് നൽകുമെന്നും സർവേ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചക്രമുടിയിലെ ബ്ലോക്ക് 4-ൽ സർവേ നമ്പർ 35-ൽ ഉൾപ്പെട്ട 354.5900 ഹെക്ടർ വിസ്തീർണമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നായിരുന്നു ഉത്തരമേഖല IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പിന്നീട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെ കയ്യേറ്റം സ്ഥിരീകരിച്ചു. നിലവിൽ സർവേ വിഭാഗം നടത്തിയ പരിശോധനയിലും സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ചക്രമുടിയിൽ തന്റെയും പിതാവിന്റെയും പേരിലുള്ള പട്ടയഭൂമിയുടെ അതിർത്തി നിർണയിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായി റവന്യൂ മന്ത്രിക്ക് ഒരു വർഷം മുമ്പ് നൽകിയ പരാതിയിൽ സർക്കാർ പാറ പുറമ്പോക്കിൽ ഉൾപ്പെട്ട ഭൂമി കൂടെ ഉൾപ്പെടുത്തിയാണ് 14 ഏക്കർ 69 സെന്റ് ഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയത്. റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തെ തുടർന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയർ RB വിപിൻ രാജിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.